നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാൽമീകി മഹർഷിയുടെ കഥയാണ് പറഞ്ഞത്. വാൽമീകി മഹർഷിയുടെ ആശ്രമം, തമസാ നദി, വാൽമീകി ജീവിച്ച ആ അന്തരീക്ഷം, അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് നമുക്ക് ആ സ്ഥലം ഒന്ന് കാണണം എന്ന് തോന്നിയാൽ സാധിക്കുമോ? നമ്മുടെ കേരളത്തിൽ വയനാട്ടിൽ പുൽപ്പള്ളിയിൽ ആശ്രമക്കൊല്ലി എന്ന സ്ഥലത്ത് മുനിപ്പാറ എന്നൊരു സ്ഥലമുണ്ട്. അതിൻ്റെ പരിസര പ്രദേശങ്ങളിലാണ് വാൽമീകി മഹർഷി ജീവിച്ച ആ സ്ഥലം ഇന്ന് അതേ വിശ്വാസത്തോടെ സംരക്ഷിക്കപ്പെടുന്നത്. അവിടെ ചെന്നാൽ വാൽമീകി രാമായണം എഴുതിയ ആശ്രമം നമുക്ക് കാണാം. സീതാദേവി ലവകുശന്മാർക്ക് ജന്മം നൽകിയ ഇടം നമുക്ക് കാണാം. സീതാദേവിയുടെ കണ്ണുനീര് വീണുണ്ടായ ഒരു തടാകം, ഒരു കുളം നമുക്ക് കാണാം. വറ്റിവരണ്ട് കിടക്കുന്ന തമസാ നദി ഒഴുകിയിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രദേശം നമുക്ക് കാണാം. സീതാദേവിയെയും ലവകുശന്മാരെയും ഈശ്വരന്മാരായിട്ടും ഈശ്വരിയായിട്ടും കൽപ്പിച്ചുകൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രം നമുക്ക് കാണാം. അങ്ങനെ രാമായണത്തിലെ ഓരോ ഇടങ്ങളും നമുക്ക് കാണാം. നമ്മുടെ വയനാട്ടിലാണ്. വയനാട് രാമായണവുമായിട്ട് ബന്ധപ്പെട്ട് ഏറെ പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. വയനാട്ടിൽ വാമൊഴിയായി പറയപ്പെടുന്ന നിരവധി രാമായണങ്ങളുണ്ട്. അടിയ രാമായണം, കുറുമ്പ രാമായണം, കുറിച്ച് രാമായണം, അങ്ങനെ അനേകം രാമായണങ്ങൾ. വയനാട്ടിൽ വാമൊഴിയായി പ്രചരിക്കുന്ന രാമായണങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിയ ശ്രീ അസീസ് തരുവണ എന്ന ഗവേഷകൻ അദ്ദേഹത്തിൻ്റെ പഠന റിപ്പോർട്ടുകളിൽ ഇത്തരത്തിലുള്ള രാമായണങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടിയ രാമായണത്തിൽ സീത ഒരു അടിയ പെൺകുട്ടിയായിട്ടാണ് കൽപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ വാൽമീകി മഹർഷി രാമായണം എഴുതിയ ആശ്രമം എന്ന് പറഞ്ഞല്ലോ. വയനാടൻ മേഖലകളിൽ സംസാരിക്കുന്ന പ്രാകൃതമായ ഒരു ഭാഷ, അവിടെ ജീവിച്ചിരുന്നു വാൽമീകിയെങ്കിൽ എങ്ങനെ സംസ്കൃതത്തിൽ രാമായണം രചിക്കും എന്നൊരു ചോദ്യം, അതിനും അവർക്ക് ഉത്തരമുണ്ട്. കർണാടകയിൽ സംസ്കൃത ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു ഗ്രാമമുണ്ട്, മാട്ടൂർ എന്ന് പറയും. അവിടെ സംസ്കൃതം മാത്രമേ സംസാരിക്കൂ. ഈ മാട്ടൂരിൽ നിന്നും വയനാട്ടിലേക്ക് കുടിയേറിപ്പാർത്ത ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു രത്നാകരൻ എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. അപ്പോൾ സംസ്കൃതം സ്വാഭാവികമായിട്ട് രത്നാകരൻ അറിയാം. ആ രത്നാകരൻ തൻ്റെ ജീവിത വഴിയിൽ ഒരു ഋഷിതുല്യമായ ജീവിതം നയിച്ചപ്പോൾ എഴുതിയതാണ് രാമായണം എന്നാണ് വിശ്വാസം. അവിടെ ശിശുമല എന്നൊരു മലയുണ്ട്. അവിടെയാണ് ലവകുശന്മാർ ഓടിക്കളിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവിടെ സീതാദേവിയുടെയും ലവകുശന്മാരുടെയും ഒരു ക്ഷേത്രമുണ്ട്. ലവകുശന്മാരുടെ ക്ഷേത്രത്തിന് മുമ്പിൽ 2 മന്ദാര മരങ്ങൾ ഉണ്ട്. ആ മരങ്ങളിൽ എന്നും 2 പൂക്കൾ ഉണ്ടായിരിക്കുമെന്നും അത് ലവകുശന്മാരുടെ പ്രതീകമായിട്ടുള്ളതാണ് എന്നുമാണ് വിശ്വാസം. നമ്മുടെ നാട്ടിൽ ഓരോ ഇടങ്ങളിലും പുരാണ സംബന്ധിയായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. വലിയ പാറയുടെ ഇടയിൽ എവിടെയെങ്കിലും കാൽപാദം പോലെ ഒരു കുഴി കണ്ടാൽ ഇത് ഭീമന്റെ കാൽപ്പാടാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. അതുപോലെ ഒരു പാറയ്ക്ക് മുകളിൽ വറ്റാത്ത ഒരു ഉറവ കണ്ടെത്തുകയാണെങ്കിൽ ഇത് സീതാദേവിക്ക് വെള്ളം കുടിക്കാൻ രാമൻ സൃഷ്ടിച്ചതെന്നോ ദ്രൗപദിക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ ശ്രീകൃഷ്ണൻ സൃഷ്ടിച്ചു കൊടുത്തതെന്നോ നമ്മൾ പറയും. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ പ്രദേശത്ത്, നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെയുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട്. പ്രസിദ്ധമായ ചടയമംഗലം എന്ന സ്ഥലം ഇന്നത് ജഡായുപ്പാറ എന്ന പേരിലാണ് പ്രസിദ്ധി. സീതാദേവിയെയും കൊണ്ട് പുഷ്പക വിമാനത്തിൽ പോയപ്പോൾ ജഡായു രാവണനെ ആക്രമിക്കാൻ ചെന്നുവെന്നും ചന്ദ്രഹാസം കൊണ്ട് ജഡായുവിൻ്റെ ചിറക് ഛേദിച്ച് ആ പക്ഷിയെ വീണ സ്ഥലമാണ് ജഡായുമംഗലം എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ചത് എന്നുമാണ് നമ്മുടെ വിശ്വാസം. അവിടെ ഇന്ന് ജഡായുവിൻ്റെ ആകൃതിയിൽ ഒരു ബിൽഡിംഗ് ഒക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ നെടുമങ്ങാടിനടുത്ത് വേങ്കവിള എന്ന സ്ഥലത്ത് ഒരു പാറയുണ്ട്. തിരിച്ചിട്ട പാറ എന്നാണ് പറയുന്നത്. ഹനുമാൻ തിരിച്ചിട്ടതാണത്രേ ഈ പാറ. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ധാരാളം വാനരന്മാരും അവിടെയുണ്ട്. ഇങ്ങനെ എത്രയോ സ്ഥലങ്ങൾ. അങ്ങനെ രാമായണവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ രസകരങ്ങളായ ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. തീർച്ചയായിട്ടും വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ പുൽപ്പള്ളിയിലെ വാൽമീകി ആശ്രമം, അവിടെ വിളക്ക് വയ്ക്കുന്നുണ്ട്. മുള കൊണ്ട് ദർഭ മേഞ്ഞ ഒരു ആശ്രമമാണ് അത്. പവിത്രതയോടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള നാടോടി രാമായണങ്ങളും
ഇങ്ങനെയുള്ള ഇടങ്ങളും നമ്മുടെ കേരളത്തിൽ അനേകമുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് പ്രത്യക്ഷമായിട്ട് വയനാട്ടിലെത്തിയാൽ കാണാൻ കഴിയും. നിങ്ങൾ എന്തെങ്കിലും പോവുകയാണെങ്കിൽ ഈ സ്ഥലം കൂടി ഒന്ന് പോയി കണ്ടാൽ കൗതുകമായിരിക്കും. ഇനിയും രാമായണത്തെക്കുറിച്ചുള്ള മറ്റ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.